ഷെറിനെ, എന്തുകൊണ്ട് ഷൗക്കത്ത് എന്ന് ഞാൻ ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? നിലമ്പൂർ. തീർച്ചയായിട്ടും ഷൗക്കത്ത് തന്നെയാണല്ലോ. കാരണം മണിക്കൂറുകൾ മാത്രമാണ് ഇനി നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ്. വോട്ട് പെട്ടിയിലായിട്ടില്ല. ആളുകൾ തീരുമാനത്തിലൊക്കെ എത്തിക്കഴിഞ്ഞ സമയമാണ്. ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിൽ വിജയിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം പ്രധാനമായും 3 ഘടകങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം നിലമ്പൂരുകാരുടെ ഒരു ആര്യാടൻ ഫാക്ടറാണ്. നിലമ്പൂർ വർക്ക് ചെയ്യുന്നൊരു ആര്യാടൻ ഫാക്ടർ. രണ്ടാമത്തേത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള മികച്ച പെർഫോമൻസ് ആണ്. മൂന്നാമത്തേത് അതിശക്തമായ പിണറായി വിരുദ്ധ വികാരമായിരിക്കും. ഇതിൽ ആര്യാടൻ ഫാക്ടർ എന്ന് ഞാൻ പറയുന്നത് വളരെ രസകരമാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നിലമ്പൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് 100 കിലോമീറ്ററാണ്. നിലമ്പൂരിൽ നിന്ന് തീർച്ചയായിട്ടും നിലമ്പൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് 100 കിലോമീറ്റർ, നിലമ്പൂരിൽ നിന്ന് ബന്ദിപ്പൂരേക്ക് 100 കിലോമീറ്റർ, നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്ക് ഏതാണ്ട് 175 കിലോമീറ്റർ, വയനാട് ചുരം കയറാതെ വയനാട്ടിലേക്ക് നിലമ്പൂരിൽ നിന്നെത്താൻ 85 കിലോമീറ്റർ. ഒരുപക്ഷെ കേരളത്തിലെ മനോഹരമായ ഒരു ടൂറിസം കോറിഡോറാണ് നിലമ്പൂര്. ആ സാധ്യതകളൊന്നും ഉപയോഗിക്കപ്പെടാതെ വെറും രാഷ്ട്രീയ തർക്കങ്ങളിൽ പെട്ടുകിടക്കുക കഴിഞ്ഞൊരു 10 വർഷം. ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നിലമ്പൂർ തേക്കാണ് റോൾസ് റോയ്സ് കാറിന്റെ ഉൾഭാഗം ചെയ്യാൻ ഇന്നും ഉപയോഗിക്കുന്നത്. നിലമ്പൂർ തേക്കാണ്. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള തേക്ക് ഇന്നുമുള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ തേക്കിന്റെ കാതല് ലോകത്ത് ഒരിടത്തും വളരുന്ന തേക്കുകൾക്കില്ല. നിലമ്പൂരിലെ കനോലി പ്ലോട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്നിക് ടൂറിസത്തിന്റെ വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ഫാം ടൂറിസത്തിന്റെ വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. നിലമ്പൂര് ഒരു എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത, ഇതുവരെ ആരും ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു സ്ഥലമാണ്. റബ്ബറിന്റെയും തേക്കിന്റെയും ഒരു കേന്ദ്രമാണ് നിലമ്പൂര്. ആ നിലമ്പൂരിൻ്റെ സാധ്യതകളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരാളായിരിക്കും ആര്യാടൻ ഷൗക്കത്ത്. കാരണം അദ്ദേഹം സ്വപ്നങ്ങളുള്ളൊരു നേതാവാണ്. അദ്ദേഹം 10 വർഷം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആ നാടിനെ അടിമുടി മാറ്റിയ ആളാണ്. ആ നാടിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ നാടിനെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാളാണ്. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രകാരനാണ്. നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ മാനവേദൻ സ്കൂളിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്ന് 4 വർഷം ബ്രിട്ടീഷുകാരെ ഉപയോഗിച്ച് ആ സർക്കാർ സ്കൂളിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളാണ്. ആരെ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അങ്ങനെ ആ ഒരു നാടിന് മുഴുവൻ സാക്ഷരതയിലേക്ക് കൊണ്ടുവരിക. നമ്മളൊരു മുൻ ചർച്ചയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ അയ്യപ്പദാസിനോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ആര്യാടൻ ലെഗസി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏകദേശം 2 പതിറ്റാണ്ട് നിലമ്പൂരിന് നേതൃത്വം കൊടുത്ത ആര്യാടൻ മുഹമ്മദ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് ചാലിയാറും മൂത്തേടവും ചുങ്കത്തറയും കരുളായിയും അമരമ്പലവും ഒക്കെ തുടങ്ങിയ 7 പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമാണ്. എന്നാൽ ആര്യാടൻ അവിടെ തുടങ്ങുമ്പോൾ ഇതൊന്നുമില്ല. നിലമ്പൂരാകെ ഒരൊറ്റ പഞ്ചായത്താണ്. ഒരു താലൂക്ക് പോലുമില്ല. മഞ്ചേരി താലൂക്കിൻ്റെ കീഴിലാണ് നിലമ്പൂര്. ഈ നിലമ്പൂര് ഇത്രയും വലിയ നിലമ്പൂരിനാകെ ഒരൊറ്റ സർക്കാർ സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്കൂളിൻ്റെ പേര് മാനവേദൻ സ്കൂള്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നിലമ്പൂർ കോവിലകം നാടിന് സമ്മാനിച്ച സ്കൂള്. ഇത്രയധികം വലിയ പ്രദേശത്തേക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ആശുപത്രി. അവിടെ ഒരു കോടതിയില്ല, അവിടെ ട്രഷറി ഇല്ല, അവിടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആതുര ശുശ്രൂഷ മേഖലയിൽ ഒരു നിവൃത്തിയുമില്ല. ഇന്ന് 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി, എല്ലായിടത്തും സർക്കാർ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഗവൺമെൻറ് കോളേജ്, ചുങ്കത്തറ മാർത്തോമ കോളേജ്, അവിടെ വെറ്റിനറി ഹോസ്പിറ്റലുകൾ, ആയുർവേദ ആശുപത്രികൾ, KICB ഓഫീസുകൾ, അങ്ങനെ ട്രഷറികൾ, സബ് ട്രഷറികൾ ഉൾപ്പെടെ നിലമ്പൂർ ഇന്ന് വളരെ സമൃദ്ധമായ ഒരു എക്യുപ്ഡായ ഒരു നാടായി നിലമ്പൂർ മാറി. ആ നന്മയിലേക്കും ആ സൗകര്യങ്ങളിലേക്കും ഒക്കെ നിലമ്പൂരിനെ എത്തിച്ചത് ആര്യാടൻ മുഹമ്മദിനെ പോലൊരു മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നിലമ്പൂര് ചാലിയാർ പുഴയുടെ, ചാലിയാറും കരിമ്പുഴയുമാണ് നിലമ്പൂർ കൂടി ഒഴുകുന്നത്. ആ ചാലിയാർ പുഴയുടെ കുറുകെ മാത്രം 4 പാലങ്ങൾ പണിത്, എനിക്ക് തോന്നുന്നത് ചാലിയാർ പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, പോത്തുകല്ല് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് 4 പാലങ്ങളാണ് ചാലിയാർ പുഴയുടെ കുറുകെ. എന്നാൽ പണ്ട് ചാലിയാർ പഞ്ചായത്ത് ഒരു ദ്വീപ്, മൂത്തേടം പഞ്ചായത്ത് ഒരു ദ്വീപ്, കരുളായി പഞ്ചായത്തിന്റെ ഒരു ഭാഗം ദ്വീപ്, അങ്ങനെ ഇതെല്ലാം പിന്നെ എല്ലാം ഒറ്റപ്പെട്ട ദ്വീപുകളാണ്. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ പൊളിറ്റിക്സ് ആയിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ എന്ന് അറിയാലോ.
അപ്പൊ അദ്ദേഹമൊക്കെ ആ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പോലും ഒരിക്കലും അവിടുത്തെ തിരിച്ച് ഹിന്ദുക്കളിൽ വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. അവിടുത്തെ ഹിന്ദുക്കളിൽ അദ്ദേഹത്തിന് ഒരു ഭയങ്കര പേരായിരുന്നു. അല്ല, ഹിന്ദു മുസ്ലിം അല്ല, അദ്ദേഹത്തിന് ഹിന്ദു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. 58 മുതലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂരേക്കൊക്കെ വ്യാപകമായ കുടിയേറ്റം. അല്ല, അദ്ദേഹം ഒരിക്കലും ഹിന്ദു സ്നേഹം മുസ്ലിം സ്നേഹം അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെയൊക്കെ മാറ്റി നിർത്തിയത്. അദ്ദേഹം വളരെ സെക്കുലറായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് PV അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ ദേശീയ മുസ്ലിം എന്ന് പേര് കേട്ടിട്ടുള്ളത് അബ്ദുറഹ്മാൻ സാഹിബ്. നിങ്ങൾ ഇത്രയും പറയുമ്പോൾ ഈ അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് കേട്ടോ. ആര്യാടൻ ഷൗക്കത്തിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് ട്രസ്റ്റിന്റെ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് വലിയ വലിയ മാനത്തിലുള്ള പരിപാടികളാണ് അദ്ദേഹം. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഇത്രയും നിങ്ങൾ ഷൗക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷൗക്കത്തിനെ കുറിച്ച് ഈ PV അൻവർ പറഞ്ഞുണ്ടാക്കിയ ഒരു ഡീമെറിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഇടയ്ക്ക് അവിടെ മത്സരിച്ച അദ്ദേഹത്തിന്റെ പേരെന്താ, നമ്മുടെ ഷൗക്കത്തിന് പകരം മത്സരിച്ച പ്രകാശ്, അദ്ദേഹം വളരെ ജനസമ്മതനായ ഒരു നേതാവായിരുന്നു. അപ്പൊ ഈ VV പ്രകാശിന്റെ കൂടെ VV പ്രകാശ് അൻവറുമായി മത്സരിക്കുമ്പോൾ VV പ്രകാശിന്റെ തോൽവിക്ക് ചരട് വലിച്ച ആളാണെന്നൊക്കെയാണ്. ഒരിക്കലുമില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം VV പ്രകാശും ആര്യാടൻ ഷൗക്കത്തൊക്കെ ഒരേ കാലഘട്ടത്തിൽ KSU പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നിട്ടുള്ള പോത്തുകൽ പഞ്ചായത്തല്ലേ? അദ്ദേഹം ചുങ്കത്തറ പഞ്ചായത്താണ് എന്റെ വിശ്വാസം. അത് അതിലൊക്കെ തിരുവനന്തപുരത്ത് മാധവ ന്യൂസ് കോളേജിൽ പഠിച്ചിരുന്ന ആര്യാടൻ ഷൗക്കത്ത് പഠിക്കുന്ന കാലത്ത് അന്ന് സംഘടന സ്കൂള് മാനവേദൻ സ്കൂളും. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അന്ന് ഇപ്പൊ BV പ്രകാശ് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം ആയിരുന്നു ഇവരൊരുമിച്ച് സിനിമക്ക് പോവുകയും തിരുവനന്തപുരത്ത് ഇവരൊരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്തേക്ക്. അതെങ്ങനെയാണ് അയ്യപ്പദാസെ? കാരണം നിലമ്പൂര് പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ എനിക്കും അയ്യപ്പദാസനും ഒരുപോലെ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒന്ന് അയ്യപ്പദാസിന് സ്വന്തമാകുമ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ നിമിഷം തൊട്ട് സന്തോഷിക്കാൻ ഞാൻ തയ്യാറായാൽ എനിക്കൊരു കാപട്യം ഉണ്ടെന്നാണ് അതിനർത്ഥം. ഒരുപക്ഷെ അന്ന് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ മനോവിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അതൊക്കെയാണോ ഇവിടെ? അദ്ദേഹം VV പ്രകാശ് മത്സരിക്കുന്നു, VV പ്രകാശ് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ചിലരെ വോട്ടൊക്കെ തോറ്റുപോയത് അല്ല, സ്വാഭാവികം. അത് അന്ന് കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരും ചില്ലറ വോട്ടിനാണ് ജയിച്ചത്. വളരെ ചില്ലറ വോട്ടിനാണ് എല്ലാവരും 1000, 1500, 2000 വോട്ടുകൾ എല്ലാവരും. അതായത് VV പ്രകാശ് അന്ന് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. VV പ്രകാശും ആര്യാടൻ ഷൗക്കത്തും ഒക്കെ വളരെ ഹൃദയബന്ധത്തിൽ KSU സംഘടനാ അതല്ലേ വളരെ കൃത്യമായി വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞല്ലോ. കാരണം VV പ്രകാശിന്റെ മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ എവിടെയാണ് നമ്മൾ പോവാത്തത്? നമുക്ക് 100% ഉറപ്പുള്ളിടങ്ങളിലേക്ക് നമ്മൾ പോവില്ലല്ലോ. VV പ്രകാശിന്റെ കുടുംബം ത്രിവർണ്ണ പതാക പതച്ചാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹം ആത്മാവിനെ പോലെ സ്നേഹിച്ച ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കടന്നുപോയതാണ്. ഈ വീട്ടിലേക്ക് മറ്റൊരാൾ വേറൊരു ലക്ഷ്യത്തോടു കൂടി കടന്നു വരേണ്ടതില്ല എന്ന് VV പ്രകാശിന്റെ ഭാര്യ പറയുന്നിടത്ത് പിന്നെ അവിടെ ഒരു ചർച്ചക്ക് പ്രസക്തി ഒരിക്കലും ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ സംശയം, നമ്മുടെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്രേ ചോദിക്കാനുള്ളൂ. അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ ജയത്തിന് ഈ അൻവറിന്റെ സ്വാധീനം എത്രത്തോളം നിങ്ങളെ ഇപ്പം എല്ലാ മാധ്യമങ്ങളും ഈ കണ്ട എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു വരുത്തുന്നത് PV അൻവർ ഫാക്ടർ ഫലിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ വോട്ടിന്റെ, അതായത് ഇങ്ങനെയാണ് കണക്ക് പറയുന്നത്, അൻവറിന് കിട്ടുന്ന വോട്ട് കൂടെ ചേർത്ത് ഒരു ഭൂരിപക്ഷം ഷൗക്കത്തിന് കിട്ടേണ്ടതായിരുന്നു. അത് സതീശനായിട്ട് കളഞ്ഞതാണ് എന്നാണ്. ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടിൽ 10,000 എന്ന് വെക്കുക. അല്ല, PV അൻവർ ഈ മുന്നണിയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് എത്ര വലിയ ബാധ്യതയാകുമായിരുന്നു എന്ന് 2 ആഴ്ച മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്, അതുവരെ UDF നേതാക്കളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ UDFന്റെ നേതാക്കൾ ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാന്യതയുടെ പേരിൽ പുറത്തു പറയാതിരുന്ന കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനും UDF പ്രവർത്തകർക്കും ബോധ്യമാകുന്ന തരത്തിൽ അൻവർ തന്നെ പുറത്തു പറഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തിന് 2026 UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ
ആഭ്യന്തര വകുപ്പും വനം വകുപ്പും അദ്ദേഹത്തിന് വേണം. അതൊക്കെ ഇത് മറ്റൊരാൾ പറഞ്ഞതല്ല. പൊട്ടത്തരമല്ലേ? അല്ല, ആ പൊട്ടത്തരങ്ങളുടെ വക്താവാകുന്ന ഒരാളല്ലേ അൻവർ. ആ അൻവറുമായിട്ടല്ലേ സഹകരിക്കണമെന്നാണല്ലോ ഇപ്പദാസ് പറഞ്ഞത്. അല്ല, അത് കാരണം പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയത്തിൽ ഞാൻ നിന്ന് പറഞ്ഞതല്ല. മാറി നിൽക്കണം, നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. അല്ല, അതുകൂടാതെ ഞാൻ പറഞ്ഞതല്ല. ഇതിപ്പോ രാഷ്ട്രീയം അറിയുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ ഒരു സജഷൻ ചോദിച്ചതാണ്. അല്ല, അൻവറിനെ പോലൊരാളെ അല്ല, എല്ലാവർക്കും ഐബദാസിന് തോന്നിയൊരു സംശയം സ്വാഭാവിക സംശയമാണ്. കാരണം CPM-നെതിരെ ഇത്രയും പടവെട്ടി പിണറായി വിജയനെ ഇത്രയധികം അദ്ദേഹത്തിന്റെ RSS ബന്ധം ഉൾപ്പെടെ തുറന്നു കാണിച്ച് പുറത്തേക്ക് വന്ന ഒരു ഭരണകക്ഷി MLA ആ തരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ അത് വിദ്യാർത്ഥി മറ്റൊരു വിഷയമാണ്. അതായത് അദ്ദേഹത്തിന്റെ RSS ബന്ധത്തെക്കാൾ ഉപരി അദ്ദേഹവും ഇദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന കൂട്ടുകച്ചവടത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നു. പക്ഷേ ഈ പുറത്തേക്ക് വരുന്ന PV അൻവർ ഒരു ഫ്രെയിമിനകത്തും നിർത്താൻ കഴിയാത്ത, ലോജിക്കലായി സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് PV അൻവർ തന്നെ ബോധ്യപ്പെടുത്തിയില്ലേ? അല്ല, ശരി, നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ചെറിയൊരു അറിവിൽ ഞാൻ പറയുകയാണ്, കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ പറഞ്ഞാനെ അദ്ദേഹത്തിനെ നമ്മൾ പിണക്കരുത്. കാര്യം വോട്ടാണ് ഇവിടെ ആവശ്യം. അതായത് കരുണാകരൻ ചേർത്ത് പിടിച്ചത് MV രാഘവനെ പോലുള്ള നേതാക്കളാണ്. ഇവിടെ VD സതീശന്റെയൊക്കെ മുമ്പിലേക്ക് കിട്ടുന്നത് PV അൻവറിനെ പോലെയുള്ള രണ്ടാണ്. യാതൊരു രാഷ്ട്രീയ ബോധ്യവും ഇല്ലാതെ, ഒരിക്കലുമല്ല. ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബം എന്ന് പറയുമ്പോൾ പോലും PV അൻവർ വളരെ ലോ പ്രൊഫൈൽ പൊളിറ്റിക്സിൽ മാത്രം നിന്നിട്ടുള്ള ഒരാളാണ്. PV അൻവർ നിരന്തരമായി പല പാർട്ടികൾ മാറി മാറി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾ യാദൃശ്ചികമായി അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കരുണാകരനെ പോലൊരാൾ തീരുമാനമെടുത്തത് സഖാവ് MV രാഘവന്റെ കാര്യത്തിലും സഖാവ് KR ഗൗരിയമ്മയുടെ കാര്യത്തിലുമാണ്. MV രാഘവനോ KR ഗൗരിയമ്മയോ അല്ല PV അൻവർ. PV അൻവറിന് അത്തരത്തിലുള്ള യാതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാത്ത, യാതൊരു മൂല്യബോധവും ഇല്ലാത്ത ഒരാളാണ്. യഥാർത്ഥത്തിൽ ഒരു വാക്കതാണ്, അന്തസ്സില്ലായ്മ വളരെയധികം ഉള്ള ഒരാളാണ് അദ്ദേഹം. വെറുതെ കലവില ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളാണ് അദ്ദേഹം. MLA ആയി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അതിനുമുമ്പ് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യുന്നത് പതിവായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇടതുമുന്നണി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ജയിച്ചു. ആ ജയിച്ചെടുത്തു നിന്നാണ് അദ്ദേഹത്തിന് ഒരു അല്പമെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. പക്ഷേ 2026 UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ പ്രതിപക്ഷ സ്ഥാനം അതിനു മുമ്പേ ഒഴിയണം, അധികാരത്തിൽ വരുന്ന UDF-ൽ എനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തരണം എന്നൊക്കെ പറയുന്ന ഒരാളെ എങ്ങനെയാണ് UDF നേതൃത്വത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഏത് യുക്തിയുടെ നടുവിൽ നിന്നായി സംസാരിക്കുന്നത്? 3 സീറ്റ് വേണം അദ്ദേഹത്തിന്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയത് തന്നെയാണ് ശരിയായ രാഷ്ട്രീയം. ഏതായാലും നമ്മൾ വിഷയം തുടങ്ങിയത് ഷൗക്കത്തിന്റെ ജയം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ട് ഷൗക്കത്ത് എന്നായിരുന്നു? അപ്പോൾ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിനെ തിരികൊളുത്തിയിട്ടാണ് താങ്കൾ പോകുന്നത്. അതായത് CPM എന്ന് പറയുന്ന സംഘടന അനേകം അൻവർമാരെ ഇതേപോലെ അനേകം പേര് തലയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു അവസാന ആളാണ് ഈ അൻവർ, PV അൻവർ. അതിനു മുമ്പ് നമ്മൾ സരിനെ കണ്ടു. ഇവിടെ പാലക്കാട് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സരിനെ നമ്മൾ കണ്ടു. ഇനിയും CPM ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കും. അതിന് ക്ലാരിഫിക്കേഷനും അവർ നടത്തും. ഏതായാലും നമുക്ക് മറ്റൊരു സംസാരത്തിൽ നമുക്ക് അത്തരത്തിൽ CPM-ലേക്ക് അവർ കൊണ്ടുവന്ന് അവർക്ക് തലവേദനയായ ഒരു 5ഓളം പേരെങ്കിലും ഉണ്ടാകും. അത് ഞാൻ കണ്ടെത്തി വയ്ക്കാം, താങ്കളോട് വിവരിക്കാം, നമുക്കിരിക്കാം. നന്ദി.